നമസ്കാരം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. ഇന്നലെ മെനഞ്ഞാന്നാണ് ഹക്കീം അസ്കരി പുതിയ ഒരു വിവാദം ഉയർത്തിവിട്ടിരിക്കുകയാണ് കേരളത്തിൽ. മൗലവികൾ പണ്ടേ തന്നെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് സംഘികളുടെയും ക്രിസംഘികളുടെയും ഒക്കെ അടികൾ കിട്ടുന്നുണ്ട്. ഇടതുവശത്ത് നിന്നും വലതുവശത്ത് നിന്നുമൊക്കെ എല്ലാ ദിവസവും അടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു വടി കൊടുക്കുകയാണ് ഹക്കീം അസ്കരി. എന്തിനാണ്? നിങ്ങൾ ഉറക്കുക, മൗലൂദ് ഓതരുത്, ഉറക്കുക, പിന്നെ എന്താണ് റാത്തി പോരുത്, ബാങ്ക് വിളിക്കരുത്, നമസ്കരിക്കരുത് എന്നും പറഞ്ഞ് ബാങ്കിൽ മൈക്കിൽ ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പൊതുവേദിയിൽ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാണെന്നാണല്ലോ പറയുന്നത്. പണ്ഡിതന്മാർ എങ്ങനെയാണ് ചെയ്യാനുള്ളത്? ചാനലുകളിൽ വിളിച്ചിരുത്തിയോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായോ അല്ലാതെയോ യോഗങ്ങൾ സംഘടിപ്പിക്കുകയോ, അല്ലെങ്കിൽ പിന്നെ നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുകയോ, അല്ലെങ്കിൽ ഒരു മതപ്രസംഗം നടത്തുകയോ ചെയ്യുമ്പോൾ രഹസ്യമായ കാര്യങ്ങൾ, അതായത് ജനങ്ങളെല്ലാം കേൾപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അത്. നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ കേൾപ്പിക്കുന്നത്? ഇത് നാളെ ഒരു വിവാദമാക്കി മാറ്റാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വമാണോ അതോ മനഃപൂർവ്വം അല്ലേന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാണ് അത്? നിങ്ങൾക്ക് എല്ലാ പള്ളികളിലും, അതായത് AP ആയാലും EK ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും മുജാഹിദിനായിരുന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾ സർക്കുലർ അയച്ചു കൊടുത്താൽ മതിയല്ലോ. പള്ളികളിൽ അനാവശ്യമായ ശബ്ദ മലിനീകരണം ഉണ്ടാക്കരുത് എന്നും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഈ മലിനീകരണത്തിന്റെ ഇടയിൽ കൂടെ ബാങ്കിനെ കയറ്റരുത്. ബാങ്ക് എന്ന് പറയുന്ന ഈ മലിനീകരണത്തിന്റെ ഇടയിൽ ഒരു ശുദ്ധമായ ഒരു സൗണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ സൗണ്ട് കുറയ്ക്കാൻ പറയണ്ട. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ സൗണ്ട് കുറച്ചോടെ. നിങ്ങൾ രാത്രിയും പകലും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. തെരുവ് തോറും ഇറങ്ങി പിന്നെ മുസ്ലിയാക്കന്മാരെ തലയിൽ ഒരു കെട്ട് കെട്ടിന്നോ, മുഖത്തൊരു താടി വെച്ചു എന്ന് വിചാരിച്ച് പണ്ഡിതനും അതൊന്നും ആവില്ല. അപ്പൊ ഈ പണ്ഡിത ശിരോമണികൾ ഒന്നും ആകണമെന്നില്ല. അപ്പൊ എന്തായാലും ശരി, ഇവിടെ ചാനലുകൾ എത്രയും ഇപ്പൊ കാണുന്നതെന്ന് പറയുന്നത് സ്വന്തം പല്ലിയിൽ കുത്തി മണപ്പിക്കുകയാണ്. അതായത് അവരുടെ ചേരിയിൽപ്പെട്ടവരാണ്, AP ചേരിപ്പെട്ട ആളുകളാണെങ്കിൽ അദ്ദേഹം മഹാനാണ്, അദ്ദേഹം മഹാപണ്ഡിതനാണ്, പണ്ഡിത ശിരോമണിയാണെന്ന് പറയും മഹാനവർകൾ. അതേസമയം സോറി അപ്പോൾ EK ചേരിയിൽപ്പെട്ടവരാണ് അവരുടെ ആൾക്കാർ, അവർ ഇതേപോലെ മഹാപണ്ഡിതനാണെന്ന് പറയും. അപ്പോൾ EK ചേരിയിൽപ്പെട്ടവരെ പറ്റി ഈ AP-ക്കാരാണ് പറയുന്നതെങ്കിൽ അവർ അങ്ങനത്തെവരാണ്, ഇങ്ങനത്തെവരാണ്, അന്ധവിശ്വാസികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ അവർ കരിവാരി തേക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ എന്ന് പറയുന്നു. നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? നിങ്ങൾ ഈ